മീറ്റ് അൻവിൻ ജോസ്. അൻവിൻ ജോസ് UK-ല് ഭയങ്കര ഒരു ലക്ഷൂറിയസ് ലൈഫ് അതിലൂടെ ഒരു ഓഡിയൻസിനെ വളർത്തിയെടുത്ത് കുട്ടികളുടെ ഇടയിൽ സിംഗിൾ സിഗ്മ ലൈഫ് പുട്ട് ഔട്ട് ചെയ്തു. കല്യാണം എന്നൊരു പ്ലാൻ ഉണ്ടോ? ഇല്ല. കല്യാണം കഴിക്കാൻ വിരോധമാണോ? വിരോധമൊന്നുമില്ല. ഇപ്പൊ എന്തായാലും പ്ലാൻ ഇല്ല. മൾട്ടി മില്യണർ ബിസിനസ് എംപയർ ഉണ്ടായിരുന്ന എന്നിട്ട് 2023 റിട്ടയർ ആയ 21 മുകളിൽ കാർ കളക്ഷൻ ഉള്ള ഒരു കാർ എന്തൂസിയാസ്റ്റ്. ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്നുന്നതെല്ലാം പൊന്നാണ്. അപ്പൊ പിന്നെ ഇതാരാ അൻവിനെ? ഈ നിലമ്പൂറുള്ള കൊച്ചിനെ മറന്നോ? പോട്ടെ, ഇയാള് മൾട്ടി മില്യണർ ആണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഈ കുട്ടിക്ക് കോളേജില് പഠിക്കാനുള്ള ഫീസിന് വേണ്ടിയിട്ട് GoFundMe പേജ് വരെ എന്താടാ ഇത്ര റിച്ച് ആയിട്ടുള്ള ഒരാളുടെ ഫ്രണ്ടിന് കൊടുക്കാനുള്ള പൈസ പോലും ഇല്ല എല്ലാരും കുട്ടിക്ക് തുടങ്ങേണ്ടി വന്നു. പോട്ടെ, ഇതും പോട്ടെ, പക്ഷേ ആ കുട്ടിയുടെ ഡിപ്പെൻഡന്റ് വിസയിലല്ലേ അൻവിൻ എന്ന് പറയുന്ന വ്യക്തി UK-ൽ നിന്നോണ്ടിരുന്നത്. അൻവിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അൻവിൻ ആദ്യം പറഞ്ഞത് പുള്ളിക്കാരൻ ആക്ച്വലി ഒരു ഫ്രണ്ട് വഴി പോയതാണ്, ഒരു കമ്പനി ഇതില് ഫ്രണ്ട്, ഒരു ബെസ്റ്റ് ഫ്രണ്ട് വഴി പോയതെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാണ് പുള്ളിക്കാരന്റെ ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടത്. ബട്ട് ഇത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സ്റ്റോറി. 2022 ജാനുവരിയിൽ ഷിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി UK-ൽ ഒരു കെയർ ഹോം സ്റ്റാർട്ട് ചെയ്യുന്നു. 2ാം മാസത്തിൽ ഒരു റിക്രൂട്ടറായിട്ട് അൻവിൻ അവിടെ 30% ഓണർഷിപ്പിലേക്ക് കടന്നു വരുന്നു. 11ാം മാസത്തിനുള്ളിൽ അതിനകത്തുള്ള എല്ലാ പാർട്ട്നേഴ്സിനെയും ഡൈല്യൂട്ട് ചെയ്തിട്ട് നിബു സിറിയാക്ക് 100% ഓണർഷിപ്പിലോട്ട് കമ്പനി മാറ്റുകയും ഇവരെല്ലാവരും ആ കമ്പനിനകത്ത് നിന്ന് പോവുകയും ചെയ്തു. സോ 11 മാസത്തിൽ ഒരു വൃദ്ധസദനം നടത്തിയിട്ട് മൾട്ടി മില്യണർ ആയിട്ട് റിട്ടയർ ആകാൻ പറ്റുമെന്നാണോ നിങ്ങൾ എല്ലാവരും പറയുന്നത്? അൻവിൻ ജോസിന്റെ വീഡിയോയാണ്. 21 വണ്ടിയോ അൻവിന്? ആ സെക്കൻഡ് ഹാൻഡ് BMW പിന്നെ ആ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, ഒരു നിസാൻ പെട്രോൾ. അതും വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കാൻ തന്ന പൈസ ഇല്ലാതെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ഒരു വർഷമായിട്ട് ആ വണ്ടി. അതും അല്ലാതെ വേറെ ഏത് വണ്ടിയാണ് അൻവിന്റെ പേരിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് UK-ൽ? അങ്ങനെ ആണെങ്കിൽ അതിന്റെയൊക്കെ ലിസ്റ്റ് ഒന്ന് പുട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വലിയ സന്തോഷമായേനെ. അതുപോലെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫാം ഹൗസ്, ആ റെന്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ, ആ പറയുന്ന ഫാം ഹൗസിന്റെ റെന്റ് കൊടുക്കാതിരുന്നിട്ടുണ്ടോ? അത് മേടിച്ചതാണെന്ന് പറയരുത്. 2017 അത് മേടിച്ചത് ആരാണെന്നുള്ള ഡീറ്റെയിൽ ഉണ്ട്, അത് ഞാനിവിടെ ഔട്ടാക്കുന്നില്ല. സത്യം പറയാലോ ഗൈസ്, ഇതിൽ ആരെ വിശ്വസിക്കണമെന്ന് ഇപ്പോഴും കൺഫ്യൂഷനിലാണ്. അതായത് അൻവിൻ ജോസ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പണക്കാരനെന്നുള്ളത് നമുക്കായാലും കേൾക്കുമ്പോൾ അതുപോലെ ഞാനും ആദ്യം ഒന്നും വിശ്വസിച്ചില്ലായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ്റെ ലൈഫ് സ്റ്റൈൽ ഉണ്ട്, അപ്പം ഞാനും ഒന്ന് വിശ്വസിച്ചായിരുന്നു. ഞാനൊരു ഫാനാണ്. കാരണം ഈ ഒരു വയസ്സിൽ ഇത്രയും ചെറുപ്പകാലത്ത് തന്നെ ഇത്രയും അധികം സമ്പാദിച്ചെന്ന് പറഞ്ഞു ഞാൻ ശരി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓഫ്കോഴ്സ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, എനിക്ക് ഇഷ്ടമായിരുന്നു. ബട്ട് ഇങ്ങനൊരു സാധനം എക്സ്പോസ് ചെയ്തപ്പം ഇതൊന്നും ഞാൻ ഞെട്ടിപ്പോയി. ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ? അപ്പം ഇതിൻ്റെ ഒരു നെക്സ്റ്റ് പാർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പം ക്ലിയർ ആയിട്ട്, കാരണം ഈ ഡോക്ടർ ഡ്രേക്ക് എന്ന് പറഞ്ഞ ബ്രോ, ഈ പുള്ളിക്കാരൻ ആക്ച്വലി പറയുന്നതെല്ലാം സത്യമാണെങ്കിൽ ബിഗ് ഹാറ്റ്സ് ഓഫ്. കാരണം അത്രയും വലിയൊരു കാര്യം എക്സ്പോസ് ചെയ്യുന്നതിന് അതിന് അത്രക്കുള്ള ഗട്സ് വേണമെന്ന്. വീഡിയോ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂട്ടുകാരെ വരെ ത്രെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരും ഇവരുടെ ടീം. എന്തിന്? സെറ്റിൽമെന്റ് ഓഫറിൽ വരെ വന്നിരുന്നു. കമ്മിങ് ടു ദ പോയിന്റ്, ഇതൊരു 3 പാർട്ടുള്ള സീരീസ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ കണ്ടത് ഒരു ട്രെയിലർ മാത്രം. അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അൻവിന്റെ സ്കാം അക്യൂസേഷനെ കുറിച്ചിട്ടാണ്. ദാറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഹിസ് ഓട്ടോ സ്പാ ബിസിനസ് ഇൻ UK ആൻഡ് ദ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ദാറ്റ് ഹീസ് ഗോണ ലോഞ്ച് ഇൻ ഇന്ത്യ. സോ അതിനകത്തൊന്നും പോയി പെടാതിരിക്കുക. സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ. See you in part 2. വാടക കൊടുക്കുക ഇല്ലാത്തൊരാളെ എങ്ങനെയാണോ സെറ്റിൽമെന്റ് ചെയ്യുന്നത്? എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല. ബട്ട് ഇഫ് ഇറ്റ് ഇസ് ട്രൂ, ദെൻ ഇത്രയൊരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത പുള്ളിക്ക് ഡോക്ടർ ഡ്രേക്കിന് ബിഗ് സല്യൂട്ട്. ഒന്നും പറയാനില്ല. ഇത് ആക്ച്വലി ട്രൂ ആണോ ഇല്ലയോ എന്ന് അറിയില്ല. നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനാണ് എന്താണോ നടക്കുന്നതെന്നുള്ളത്. ബട്ട് വരുന്ന സമയത്തെല്ലാം ചിലപ്പോൾ അറിയാൻ പറ്റും. എന്നാലും അൻവിനെ ഇതെല്ലാം സത്യമായാൽ എങ്ങനെയാടാ, എപ്പിടാ